ശ്രീ പേരാമരയോട് പറയാനുള്ളത്, അദ്ദേഹം രാഷ്ട്രീയത്തിൽ PhD എടുത്തിട്ടുള്ള ആളാണ്. നിങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള എന്തൊക്കെ ബിന്ദങ്ങളാണെന്നുള്ളത് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോഴും മുമ്പും ഒക്കെ ഞങ്ങൾ സ്വകാര്യ സംഭാഷണത്തിലെങ്കിലും നിങ്ങൾ പറഞ്ഞതാണ്. ഞാൻ ഫൈസൽ മഞ്ചേരി 1989 രാഷ്ട്രീയ പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. എത്ര കാലമായി കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള തെരുവുകളിൽ പ്രസംഗിച്ച് തെരുവ് തെന്നി നടന്നിട്ടാണ് ഞങ്ങളുടെ കോവിഡിലേക്ക് കയറി വന്നിട്ടുള്ളത്. ഗുരുവായൂർ ഓർമ്മയുണ്ടോ? വിപ്ലവനാമായിട്ടുള്ള ലോക വിശ്വപ്രസിദ്ധ പ്രസംഗകനും വിമോചനനുമായിട്ടുള്ള ആ മഹാൻ അവിടെ മത്സരിച്ചപ്പോ ചെണ്ട കൊട്ടിക്കൊണ്ട് രാഷ്ട്രീയ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കാൻ SIA മുന്നിൽ തുടങ്ങിയപ്പോ വിനീതനായ ഞാൻ ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൺവീനറായിരുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരൻ വന്ന് എന്റെ ചെയ്തിട്ട് പിടിച്ചിട്ടുണ്ട് എന്ന വിവരം കുഞ്ഞുമത് വേണം പറയാറില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രയോഗിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ഞങ്ങൾ പണ്ടേ രാഷ്ട്രീയം പ്രസംഗിക്കുന്നവരാണ്. മാത്രമല്ല ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കച്ചവടക്കാർക്ക് മാത്രം പറ്റുന്ന ഒരു പണിയാണ്. കുഞ്ഞുമത് വരാൻ അങ്ങനെ ധരിക്കരുത്. പത്രം വായിക്കുക, TV കാണുക, വിഷയങ്ങൾ നിരീക്ഷിക്കുക, ഇവർക്കൊക്കെ രാഷ്ട്രീയം കൂടി മനസ്സിലാക്കും. അതുകൊണ്ട് കൊച്ചാക്കിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്. ആളുകളെ കൊച്ചാക്കിക്കൊണ്ടല്ല രക്ഷപ്പെടുക, മൗലികമായി പറയുന്ന വിഷയങ്ങൾക്കുള്ള മറുപടി, ഉറച്ച മറുപടി വർഷത്തിൽ മറുപടി പറഞ്ഞില്ല. നരേന്ദ്ര കമ്മീഷൻ